എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വരും. എനിക്ക് ഇന്ന് തോന്നി വന്നേക്കാന്ന് ഞാൻ പറഞ്ഞു, നാളെ തോന്നിയില്ലേ വരൂല. കാരണം ഞാൻ ആരുടെ പണിക്കാരനല്ല, നിങ്ങളും ആരുടെയും പണിക്കാരനല്ല. പണം ഉണ്ടാവും, സ്വാതന്ത്ര്യം ഉണ്ടാവും, പേഴ്സണാലിറ്റി ഉണ്ടാവും, ബന്ധങ്ങൾ ഉണ്ടാവും, റെക്കഗ്നേഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ വെൽത്ത് ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും. ഇത്ര പോലെ അത്രയും അല്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ 25 സംസ്ഥാനങ്ങളിലായി ഏറെയും കുറഞ്ഞ ബിസിനസ് ഉണ്ട്. ഇന്ന് എന്റെ കൂടെ 10,000-കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ കോടികളിൽ ടേൺ ഓവർ വരും, വരുമാന ലക്ഷങ്ങളിൽ വരും. ഇന്ന് മാനന്തവാടിയിൽ വലിയ വലിയ ബിസിനസ്സുകാർ പഠിച്ചുകൊണ്ടിരിക്കുക. 4.5 കൊല്ലം മുമ്പ് ടാക്സി ഓടിച്ചോണ്ട് ഇപ്പോൾ ബെൻസിൽ അങ്ങോട്ട് പോകുന്ന BMW ഇങ്ങോട്ട് വരുന്നത്. ഇവരെന്താ പരിപാടി? ഡിയർ ഫ്രണ്ട്സ്, അവര് കോടികൾ മുടക്കി കടയിട്ടിട്ട് ഇരുന്ന് വിൽക്കാൻ തുടങ്ങി. 30-40 കൊല്ലമായി. പാവപ്പെട്ട എനിക്ക് കടയില്ല, പക്ഷെ രാജസ്ഥാനിലും ഗുജറാത്തിലും വെസ്റ്റ് ബംഗാളിലും ഉത്തരാഖണ്ഡിലും ആളുകൾ സാധനം മേടിക്കും, എന്റെ അക്കൗണ്ടിൽ കാശ് വരും. മനസ്സിലായോ? ഇനി ടെക്നോളജി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നതിന്റെ കാലമാണ് വരാൻ പോകുന്നത്. സാധനം വിൽക്കുന്നത് കച്ചവടമാണ്, ആളുകളെ വെച്ച് വിൽപ്പിച്ചാൽ അതും കച്ചവടമാണ്. അത് തന്നെ ഇവിടെ ബാബ രാംദേവും MA യൂസഫ് അലിയും ഇവിടുത്തെ ഹിന്ദുസ്ഥാൻ ലിവറും ഒക്കെ ചെയ്ത് ഈ പണി തന്നെയാണ്. ഈ പണി ഞാനും നിങ്ങളും ചെയ്താൽ നമുക്കും കോടീശ്വരനാവാം. അതുകൊണ്ട് സുനിൽ സാർ ഇവിടെ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. എന്തായാലും ഇന്ന് ഈ അവസരം കേട്ട ആളുകളോടും പുതുതായി ബിസിനസ്സിൽ കടന്നു വന്ന ആളുകളോടും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലത്തെ പ്രാർത്ഥനയുടെ, ഇത്രയും കാലം നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മുജ്ജന്മ സുഹൃതം, അറിഞ്ഞോ അറിയാതെ കയ്യിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒരു തെറ്റായ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ കൈവിട്ട് കളയരുത്. തീരുമാനം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കണം. ആ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. 4.5 വർഷം മുമ്പ് ഒരു പക്ഷേ ജീവിതത്തിൽ എന്നേക്കുമായി എന്റെ ഫാമിലിയിലെ തന്നെ ഏറ്റവും പരാജയപ്പെട്ടവരെന്ന് എഴുതിത്തള്ളിയ വ്യക്തിയായി ഞാൻ. ഇന്ന് 4.5 വർഷങ്ങൾക്കിപ്പുറം എന്റെ എൻ്റയർ ഫാമിലിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ വ്യക്തിയായി എന്നെ മാറാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ബിസിനസിനെ കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കാനും നല്ലൊരു തീരുമാനമെടുക്കാനും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഞങ്ങളെക്കാൾ വലിയ ഉയരങ്ങളിലെത്താൻ സർവശക്തൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു സക്സസ്. ജയ് ഹിന്ദ്, ജയ് ജഗന്നാഥ്, ജയ് ഹിന്ദ്. താങ്ക് യു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കൈയടി കൊടുത്താൽ മതിയോ? മികച്ച ഒരു കരഘോഷം നമുക്ക് വേണ്ടി. ഇപ്പോ മനസ്സിലായോ? ഭാഗ്യം ചെയ്തവരാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായോ? പക്ഷെ ഇതൊരു ഭാഗ്യം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയൊരു ഭാഗ്യം ഓർഗനൈസേഷൻ 2-ൽ കിടക്കുന്നുണ്ട്. ഇത് ഓർഗനൈസേഷൻ 1, അടുത്ത ഓർഗനൈസേഷൻ 2. എന്തായാലും നമ്മുടെ പ്രോഗ്രാം കൺക്ലൂഡിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര്